ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വഴുതനങ്ങ തീയലാണ്. തേങ്ങ ചേർക്കാത്ത വഴുതനങ്ങ തീയൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിനു വേണ്ടിയിട്ട് ഞാൻ 2 വഴുതനങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള വഴുതനങ്ങയാണ്, നീളത്തിലുള്ള പച്ച കളറിലുള്ള വഴുതനങ്ങ. അത് 2 എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ അതുകൊണ്ട് ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് കുറച്ച് അരികളൊക്കെ കാണും. ആ അരികൾ കുറച്ചൊക്കെ നിങ്ങൾ കളഞ്ഞിട്ടെടുക്കുക, കാരണം അത് സ്ഥിരമായി ഉള്ളിൽ ചെല്ലുന്നത് നല്ലതല്ല. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ അരി കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. 2 കപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട്. 2 പിടി ഉള്ളി ആയാലും മതി. ഉള്ളി 2 പീസായിട്ട് മുറിച്ച് എടുക്കുക. പിന്നെ ഉണക്കമീൻ കരിഞ്ചാളയാണ് എടുത്തിട്ടുള്ളത്. 3 കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണക്ക അയില വേണമെങ്കിലും ചേർക്കാം. വലിയൊരു അയില കഴുകി വൃത്തിയാക്കി 3 പീസാക്കി എടുക്കാം. പിന്നെ പുളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക അളവിൽ പുളി എടുത്ത് അത് സോക്ക് ചെയ്യാൻ വെക്കുക കുറച്ച് വെള്ളത്തിൽ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും എടുത്ത് വെക്കുക. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി നമുക്ക് കടുക് പൊട്ടിക്കാം. ഇനി കറിവേപ്പില 1-2 തണ്ടിട്ട് കൊടുക്കുക. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് നേരം വഴറ്റുക. ഉണക്കമീൻ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. ഉണക്കമീൻ ചേർക്കാതെയും ഈ കറി വയ്ക്കാം. അപ്പോൾ ഉണക്കമീൻ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ടേസ്റ്റ് ഈ കറിയിൽ വരും. അതായത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർ ചേർക്കുക, ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ കുറച്ച് സമയം നമ്മൾ വഴറ്റുമ്പം വഴുതനങ്ങയുടെ ഈ കളറൊക്കെ ഇച്ചിരി മാറി വരും. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലേ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. വഴുതനങ്ങ കുറച്ച് നേരം ഇങ്ങനെ വഴറ്റി അതിൻ്റെ നിറമൊക്കെ കുറച്ച് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർക്കാം. അപ്പം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ഉണക്കമീൻ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിലും കുറച്ച് ഉപ്പ് ഉണ്ട്. ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ റോ സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമുക്ക് പുളി പിഴിഞ്ഞെടുത്ത വെള്ളം ചേർക്കാം. പുളി ചേർക്കുമ്പോൾ കൂടി പോവരുത്. ഈ ഒരു അളവിൽ മാത്രം എടുത്താൽ മതി. ഇതിൽ കൂടുതൽ പുളി ആവശ്യമില്ല. പുളി കൂടിപ്പോയാൽ പുളിപ്പായിരിക്കും കറിക്ക്. അപ്പോൾ ആദ്യം വേണമെങ്കിൽ 1/4 നിങ്ങൾക്ക് ഒഴിച്ച് നോക്കിയിട്ട് ബാക്കി ലാസ്റ്റ് ഒഴിച്ചാലും മതി. പൊടികളുടെയൊക്കെ റോ സ്മെല്ല് വഴറ്റി മാറിയതിന് ശേഷം പുളി പിഴിഞ്ഞ വെള്ളവും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കുക. നല്ല തിളച്ച് വരുമ്പോൾ ഉണക്കമീൻ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നോൺ വെജ് ഒന്നും കിട്ടാത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഒഴിച്ചുകറിയും കൂടെ നിങ്ങൾ വെച്ചാൽ മതി. ഒന്നുകിൽ തൈരോ അല്ലെങ്കിൽ മോരുകറിയോ അല്ലെങ്കിൽ തേങ്ങ അരച്ച എന്തെങ്കിലും ഒഴിച്ചുകറിയോ അങ്ങനെ എന്തെങ്കിലും കൂടെ ഇതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഉച്ച ഊണിന് ഇത് മതി. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഞങ്ങളെപ്പോഴും പച്ചക്കറി വാങ്ങിക്കുമ്പോൾ 1 കിലോ വഴുതനങ്ങയും കൂടെ വാങ്ങിക്കും ഈ കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നോൺ വെജ് ഒന്നും കിട്ടാത്ത ദിവസം, മീൻ ഇറച്ചിയൊന്നും കിട്ടാത്ത ദിവസം ഞങ്ങൾ ഈ കറി വയ്ക്കും.
പണ്ട് മുതലേ ഉള്ള കറിയാണ്. ഇതിൽ തേങ്ങ ചേർക്കാത്തതുകൊണ്ട് നമുക്ക് ഈസിയാണ് ഉണ്ടാക്കാൻ. നമ്മൾ തേങ്ങ വറുത്തരച്ച് തീയലൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്, പക്ഷേ അത് തേങ്ങ വറുത്തരയ്ക്കണമെന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ മടിയായിരിക്കും. ഇതാണെങ്കിൽ തേങ്ങ വറുത്തരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് ഉള്ളി ഉലിച്ചെടുക്കാൻ മാത്രമേ ഇച്ചിരി പ്രയാസമുള്ളൂ. ഉള്ളി മാത്രം ചേർത്തും നമുക്കിങ്ങനെ തീയലുണ്ടാക്കാം. പിന്നെ പടവലങ്ങ വെച്ച് ചെയ്യാം, പാവയ്ക്ക വെച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, പിന്നെ ചീമച്ചക്ക ഇതൊക്കെ വെച്ചിട്ട് തീയലുണ്ടാക്കാറുണ്ട്. പക്ഷെ അതിന് ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്, അതിന് ഉണക്കമീൻ ചേർക്കത്തില്ല. ചേരുവയിലും അല്പം വ്യത്യാസമുണ്ട്, അത് മറ്റൊരവസരത്തിൽ ഷെയർ ചെയ്യാം. ഇപ്പം നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്, നമുക്ക് ഉണക്കമീൻ ചേർത്ത് കൊടുക്കാം. ഉണക്കമീൻ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക, മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറി കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഉണക്കമീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് സ്പൂൺ കൊണ്ടിട്ട് ഒത്തിരി ഇളക്കരുത്, കൈ കൊണ്ടിങ്ങനെ ഒന്ന് കറക്കിയെടുക്കുക വല്ലതുമേ ചെയ്യാവൂ. ഒത്തിരി ഇട്ട് ഇളക്കിക്കഴിഞ്ഞാൽ ആ ഉണക്കമീൻ പൊടിഞ്ഞു പോവും. ഉണക്കമീനും കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല 2 തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി വറ്റിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇപ്പോൾ ആവശ്യത്തിന് വറ്റി തിളച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് ചാറൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാൽ ഇത് ഇച്ചിരി ആറുമ്പോഴേ കുറച്ചുകൂടെ ഇതിങ്ങനെ കുറുകും. അപ്പോൾ അതിന് കണക്കാക്കി വേണം നിങ്ങൾ വെള്ളം ചേർക്കാൻ. അപ്പോൾ ഞാൻ ചേർത്ത് അതേ അളവിൽ തന്നെ ചേർക്കണമെന്നില്ല, കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഉണക്ക കൊഞ്ച് പൊടിച്ച് വേണമെങ്കിലും ഇതിൽ ചേർക്കാം. അപ്പം കരിഞ്ചാളയോ അയിലയോ ഉണക്ക കൊഞ്ചോ നിങ്ങൾക്ക് ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. വേണ്ടെങ്കിൽ ചേർക്കണ്ട, ചേർത്തില്ലെങ്കിലും ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ കറി ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. അപ്പം മുട്ടയും ഇറച്ചി മീനൊന്നും ഇല്ലാത്തപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. കറി നല്ല തിളച്ച് ലാസ്റ്റ് ചിലരിങ്ങനെ മുട്ട പുഴുങ്ങി ഇടാറുണ്ട്, ഈ മുട്ടക്കറിയിലൊക്കെ ചേർക്കുന്ന പോലെ. അങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഇപ്പം നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു, ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലൊന്ന് കറി ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്കൊന്ന് ചോറിനൊപ്പം കഴിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം.